പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സഞ്ചാരി ഡയറി ഗ്രൂപ്പിൽ ഒരു അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. പല വികസിത നാടുകളിലും ഇന്ത്യക്കാർ കൂട്ടമായി ടൂറിസ്റ്റുകളായി എത്തുന്ന ഹോട്ടലുകളിൽ അവർ ഇന്ത്യക്കാരെ നിരീക്ഷിക്കാൻ വേണ്ടി ആളുകളെ സ്റ്റാഫിനെ വെക്കാറുണ്ട്. പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റുകളിൽ. പൗരബോധമില്ലായ്മയുടെ മാത്രമല്ല സംസ്കാരശൂന്യതയുടെ പ്രതിഫലനങ്ങളാണ് പലപ്പോഴും അത്. നമ്മളൊക്കെ, ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ വേറെയാണ്, ഈ സംഘത്തിനൊപ്പമായിരിക്കില്ലല്ലോ അവിടെ ചെല്ലുക. പക്ഷേ ഞാനും ഇവരുടെ സംഘത്തിലെ അംഗമാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവരുടെ കൂടെ കൊണ്ടുപോയി ഇരുത്തുകയും ഒരു നിരീക്ഷണ വലയത്തിലാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറയും, ഞാൻ തനിച്ച് യാത്ര ചെയ്യുന്ന, നിങ്ങൾ ആ കൂടി ഇരുത്താനാണെങ്കിൽ വേണ്ട, ഞാൻ എൻ്റെ ഒരു സ്വതന്ത്രമായൊരു സ്ഥലത്ത് ഇരിക്കാൻ ആണ് എനിക്കിഷ്ടം. അപ്പോൾ അവർ പറയും, നിങ്ങൾ ഈ സംഘത്തിൽ അല്ല. ഓ ശരി, എന്നാൽ നിങ്ങൾ പോകുന്നു. ഇസ്രായേലിൽ പോലും ഞാൻ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെല്ലുമ്പോൾ ഇന്ത്യക്കാർക്ക് വേണ്ടി റിബൺ കെട്ടി വേർതിരിച്ച് വിളമ്പുന്നിടത്ത് വിദേശികളും ഇന്ത്യക്കാരും പല നാട്ടുകാരും എത്തുന്ന സ്ഥലമാണ്. ആദ്യമാദ്യം എത്തുന്ന ഇന്ത്യക്കാർ നിറയെ ആവശ്യമുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഭക്ഷണം പലരും ഇത്തരം പൊക്കെ അധികമൊന്നും നമ്മൾ പരീക്ഷിക്കാവില്ല. ആ തലമുറ ഇവരെ ആവശ്യമുള്ള ഇതൊന്നും കഴിക്കാൻ മേലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് കഴിക്കാൻ പറ്റാത്ത ഉച്ചയ്ക്ക് കഴിക്കാനായി നിരത്തി വെച്ചിരിക്കുന്ന പഴങ്ങളിൽ നിന്നും നിരത്തി വെച്ചിരിക്കുന്ന കുടുങ്ങിയ മുട്ടയും ബ്രെഡും ഒരിടത്ത് ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് പണം കെടുത്തുന്ന ഭക്ഷണം വേണമെങ്കിൽ അവിടെ വെച്ചേക്കാൻ കഴിയും. ഇന്ത്യക്കാരുടെ ഞാൻ ഒരിക്കൽ സിംഗപ്പൂരിൽ ചെല്ലുമ്പോൾ ഹോട്ടലിൽ ചെക്കിൻ ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് ട്രെയിനിങ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്, നിങ്ങളുടെ മുറിയിൽ പാർട്ടിയുണ്ട്, പല സാധനം അതൊന്നും എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. അത് അവിടെ ഞാൻ ആദ്യമായിട്ട് സിംഗപ്പൂരിലേക്ക് ചെന്ന ഒരു അപരിഷ്കൃതമായ ഇന്ത്യക്കാരനാണ് ഒരു ക്ലാസ് എടുക്കുകയാണ്. നിങ്ങൾ താമസിക്കുന്ന ഒരു 4 സ്റ്റാർ, ഞാനൊരു 4 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നത്. 4 സ്റ്റാർ ഹോട്ടലാണ്. അവിടെ ടൂറിസം ആവശ്യത്തിലധികം ടർക്കികൾ, പല വലിപ്പത്തിലും അളവിലും ഒക്കെയുള്ള ടർക്കികൾ, ലിനനുകൾ, അതുപോലെ തന്നെ ഷാമ്പൂ, ഇങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഷാമ്പൂ, ചീപ്പ്, സോപ്പ്, സാധനങ്ങൾ ദയവ് ചെയ്ത് ടർക്കി ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകരുത്. അതുപോലെ ഹെയർ ഡ്രയർ, ഇങ്ങനെയൊക്കെ ഹെയർ ഡ്രയർ വരെ നാട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിങ്ങനെ വരുന്ന എല്ലാ ഇന്ത്യക്കാർക്കും ഒരു ട്രെയിനിങ്, ആദ്യം ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ പൗരബോധമില്ല. സിംഗപ്പൂരിൽ ടൂറിസ്റ്റായി കാശ് മുടക്കി പോകുന്നത് സാമ്പത്തിക ഇടപാടില്ലാത്തതുകൊണ്ടല്ല, വിവരമില്ലാത്തതുകൊണ്ടല്ല, പൗരബോധമില്ലാത്തതുകൊണ്ട്, മനുഷ്യർക്ക് പെരുമാറുന്നത് എങ്ങനെയാണെന്നറിയാത്തതുകൊണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരിക്കൽ ഓർക്കുന്നുണ്ട്, അത് ഓസ്ട്രേലിയയിലൂടെ നടത്തിയ ഒരു സഞ്ചാരത്തിനിടയിലാണ്. അവിടെ ഒരു ബസ്സിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിലൂടെ, സിഡ്നിയിൽ നിന്ന് ഒരു 1 ഡേ ടൂറാണ്, പല കാഴ്ചകളിലൂടെ പോയി, പല ബീച്ചുകൾ, പല സിഡ്നിക്ക് സമീപമുള്ള പല കാഴ്ചകളൊക്കെ പോയി ഒരു ദിവസം തിരിച്ചെത്തുന്ന ഒരു ടൂറാണ്. അതിൽ ധാരാളം മറ്റു രാജ്യക്കാരുണ്ട്, ഞാൻ ഒരു ചൈനക്കാരന്, പിന്നെ മറ്റേതൊക്കെയോ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ ഒരു ബീച്ചിൽ ഞങ്ങൾ പോയി. ഞാൻ ബീച്ചിൽ ഞാൻ ഓർമ്മിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് ഓർമ്മിച്ചില്ല, എത്രയോ വർഷം മുമ്പുള്ള യാത്ര. അപ്പോൾ ആ ബീച്ചിൽ ഇറങ്ങി ബസ് പുറപ്പെടാറായപ്പോൾ ചൈനക്കാരൻ സ്ഥിരമായി സിഗരറ്റ് വലിക്കുന്നതാണ്. ഇയാൾ ബസ്സിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ആ വലിച്ച സിഗരറ്റ് നിരത്തിട്ട് ചവിട്ടി സിഗരറ്റിനകത്തേക്ക് ഉടനെ ഈ ഡ്രൈവർ അയാളെ അടുത്ത് കയറി വന്ന ആളെ വിളിച്ചു, ഇതവിടെയാണ് ആ സിഗരറ്റ് എടുത്ത് ഈ ചൈനക്കാരൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ട് ഇറങ്ങിപ്പോയി. ആ വഴി സിഗരറ്റ് കുത്തിയെടുത്ത് അകലെയുള്ള അതായത് ഒരു ബസ് ഡ്രൈവർ അവരുടെ ഗസ്റ്റായിട്ട് വന്ന ഒരു ടൂറിസ്റ്റിനോട് പറയുകയാണ്, ഇങ്ങനെയാണ് ഒരു ബീച്ചിൽ, നമ്മുടെ ഒരു ബീച്ചിലേക്ക് വന്നാൽ, ഫോർട്ട് കൊച്ചിയിലെ ബീച്ചിലേക്കോ നമ്മുടെ കോവളം ബീച്ചിലേക്കോ ചെറായി ബീച്ചിലേക്കോ അടിഞ്ഞ് തീരത്തടിയുന്ന മാലിന്യങ്ങളുടെ കൂമ്പാരത്തിനിടയിൽ ഒരു സിഗരറ്റ് കുത്തിയൊന്നും കാണാൻ പോലും കിട്ടാനില്ല. അത്രയേറെ മാലിന്യങ്ങൾ അടിച്ചു പോകുന്നു. എന്നാൽ അവിടെയൊക്കെ ബീച്ചുകൾ സംരക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. ഓരോ ഡ്രൈവർക്കും, ഓരോ ടാക്സി ഡ്രൈവർക്കും ഈ പ്രകൃതി എങ്ങനെ സംരക്ഷിക്കുന്നുള്ള ബോധമുണ്ട്, പൗരബോധം നന്നായിട്ടുണ്ട്. ഇത് വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ പുതിയ തലമുറ പൗരബോധമുള്ളൊരു തലമുറയായില്ലെങ്കിൽ എത്ര സമ്പന്നമായ ഒരു രാഷ്ട്രമായി മാറിയാലും, എത്ര വലിയ സൈനിക ശക്തിയായി മാറിയാലും, എത്ര ഗംഭീരമായ പ്രതിഭാശാലികളായ ഭരണാധികാരികളുണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുന്ന നാടായി മാറിയാലും ലോകത്തിൻ്റെ മുന്നിൽ ആദരിക്കപ്പെടുന്നൊരു സമൂഹമായി മാറില്ല.
ലോകത്തിൻ്റെ മുന്നിൽ ആദരിക്കപ്പെടുന്ന ഒരു സമൂഹമായി മാറണമെങ്കിൽ പൗരബോധമുള്ള, മനുഷ്യനോടും സമൂഹത്തോടും എങ്ങനെ പെരുമാറണമെന്നറിയുന്ന ഒരു സമൂഹമായി നമ്മൾ മാറണം. അതിന് വിദ്യാഭ്യാസത്തിലൂടെ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കണം. 1-ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടിയെ മുതൽ ഇതിനുവേണ്ടി ഒരുക്കണം. പുതിയൊരു വീക്ഷണമുള്ള, എന്നെപ്പോലെ അയൽക്കാരനെയും ആദരിക്കാൻ കഴിയുന്ന, എനിക്കുള്ള സൗകര്യങ്ങൾ പോലെ മറ്റുള്ളവനും സൗകര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് ചിന്തിക്കുന്ന, വൃത്തിയാക്കി ഇട്ട ഒരു മനുഷ്യൻ്റെ അധ്വാനത്തെ വിലമതിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി നമുക്കുണ്ടാവണം. അങ്ങനെ ചെറുപ്പക്കാർ പുതിയ വീക്ഷണമുള്ള, പൗരബോധമുള്ള, സർഗശേഷിയുള്ള, ക്രിയേറ്റിവിറ്റിയുള്ള, സൗന്ദര്യബോധമുള്ളവരായി മാറുമ്പോൾ ഈ നാടും മാറും, നമ്മുടെ ചുറ്റുപാടുകളും മാറും, ഇന്ത്യയും കേരളവും സുന്ദരമായ നാടായി മാറും. അപ്പോൾ അതിന് ഈ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ